ട്രൂ മീഡിയ കേരളയിലെ വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ദാസനും വിജയനും വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഊരത്തൂര് 13-ാം വാർഡിലാണ്. ആനന്ദ് ബാബു സാറാണ് ഇന്നത്തെ നമ്മുടെ ഈ അതിഥി, നമ്മുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. സാറ് നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളത് ഇപ്പം ദാസനും വിജയനും ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ വീട്ടിലിരുന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? പഴമ അങ്ങനെ നിറയുന്ന ഒരു വീട്, നമ്മൾ കാണുമ്പോൾ തന്നെ കൗതുകത്തോടെ നോക്കാൻ തോന്നുന്ന ഒരു വീട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഇപ്പൊ എത്രത്തോളമായി, എവിടെ വരെയായി? തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഒരു ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ പടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒരു 25 വർഷമായി ഇടതുപക്ഷം ഭരിക്കുകയാണ്. അപ്പോൾ ആളുകൾ വിലയിരുത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായിരുന്നു അതിനു മുമ്പ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തും, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഉളിക്കൽ ഗ്രാമപഞ്ചായത്തും, ഇപ്പോൾ നിലവിലുള്ള അവിഭക്ത പടിയൂർ പഞ്ചായത്തും ചേർന്നുകൊണ്ടുള്ളൊരു പഞ്ചായത്തായിരുന്നു. പക്ഷേ ഈ പഞ്ചായത്ത് 25 വർഷം മുമ്പ് വിഭജിച്ചു പോയി. ഊരത്തൂർ വാർഡ് ഉൾപ്പെടെ പെടുന്നതാണ് നമ്മുടെ പടിയൂർ കല്ലേട് പഞ്ചായത്ത്. പക്ഷെ ഇതിനോടൊപ്പം തന്നെയാണ് ഉളിക്കൽ പഞ്ചായത്ത് പോയതെങ്കിലും ഉളിക്കൽ പഞ്ചായത്ത് വിഭജിച്ചപ്പോൾ പണ്ട് തറവാട് വീതം വെച്ചതുപോലെയാണ് എല്ലാ ആസ്തികളും നമ്മുടെ പടിയൂർ പഞ്ചായത്തിനാണ് കൊടുത്തത്. പക്ഷെ ഉളിക്കൽ പഞ്ചായത്തിന് കൊടുത്തത് കേവലം ഒരു മിനിറ്റ്സ് ബുക്കും 25,000 രൂപയും ഒരു വാടക ബിൽഡിംഗായിരുന്നു. പക്ഷെ ആ പഞ്ചായത്തിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തായി മാറി 25 വർഷം കൊണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചായത്ത് അന്നന്ന് ചെല്ലുന്നവർ കുത്തോട്ട് എന്ന് പറഞ്ഞ പോലെ, പണ്ടൊരു പഴമക്കാർ പറയാറുണ്ട്, വിമ്മെന്നൊക്കെ പൂച്ച പോലെ എന്നാണ്. പക്ഷെ ആ ഒരു വിലയിരുത്തൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. അവിടെ നമ്മളിപ്പോൾ രാഷ്ട്രീയമാണ്. ഞാൻ വളരെ സജീവമായ ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു, DYFIയുടെ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഈ അവികസനത്തിനെതിരായി നമ്മൾ എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വികസനം എന്ന് പറയുന്നത് നമ്മൾ കേവലം ഒരു റോഡോ അല്ലെങ്കിൽ പാലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിൽഡിങ്ങോ മാത്രമല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കാതിൻ്റെ പോരായ്മയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും അത് താഴെത്തട്ട് മുതൽ തന്നെ വളർത്തിക്കൊണ്ടുവരാനും, പഠിച്ച് ഒരു സ്റ്റേജിലെത്തി ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു നല്ലൊരു വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അവതരിപ്പിക്കാനൊരു സംവിധാനമില്ല. എന്താണ് എൻ്റെ ഡ്രീം, എനിക്ക് എങ്ങോട്ട് പോകണം, അങ്ങനെ അവതരിപ്പിക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിനകത്തില്ല. അങ്ങനെ ഉണ്ടാകുന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പല പ്രയാസങ്ങൾ കൊണ്ട് ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല കഴിവുള്ള നമ്മുടെ മക്കൾക്ക് ലോകത്തിൻ്റെ ഉന്നതങ്ങളിൽ വളരാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വളരണമെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട്, സമൂഹത്തിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു കോമൺ ഫെസിലിറ്റി, അവരുടെ ഡ്രീം അവതരിപ്പിക്കാനുള്ളൊരു സെൻറ്റർ നമുക്ക് കൊണ്ടുവന്നാൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും, ഒരുപാട് സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ അവർക്ക് റിസർച്ച് ഫീൽഡിൽ പോവുക, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാകാം, അല്ലെങ്കിൽ കലക്ടറാകാം, അല്ലെങ്കിൽ ഹൈ എഡ്യൂക്കേഷനിൽ പോകാനുള്ള ഒരു സംവിധാനം നമുക്ക് ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന എൻ്റെ ഒരു ഡ്രീമാണ്, സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ വാർഡിനുള്ള അല്ലെങ്കിൽ ഊരത്തൂർ വാർഡിലുള്ള ആളുകൾ മാത്രമല്ല, പടിയൂർ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ജനവിഭാഗവും ആ ഒരു ഉളിക്കൽ പഞ്ചായത്തിനെയും നമ്മുടെ പഞ്ചായത്തിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ ആളുകൾ ഇടതുപക്ഷത്തിന് എതിരെയൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ആ ഭരണ സംവിധാനത്തിന് എതിരായിക്കൊണ്ട് ഈ തവണ എന്നെ ഉൾപ്പെടെ UDFൻ്റെ ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ അനുഭവമാണ് ഓരോ വീടുകളിൽ ചെന്ന് കയറുമ്പോഴും ഉള്ളൊരു വലിയൊരു അനുഭവം. അത് ആളുകളുടെ, വോട്ടർമാരുടെ മനസ്സ് തുറന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പൊതുപ്രവർത്തനം അത് അങ്ങനെയൊക്കെ ഒരു ഹരമാണെന്ന് എനിക്കറിയാം. അങ്ങനെ പല സമര മുഖങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പുറകെ ചോദിക്കാം. ഇപ്പം ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് എപ്പോൾ വന്നു, എങ്ങനെ വന്നു, അതിൻ്റെ കാര്യങ്ങളൊന്ന് നമ്മുടെ ആൾക്കാരോട്, നമ്മുടെ വോട്ടർമാരോടൊന്ന് പറയാമോ? ഞാൻ പൊതുപ്രവർത്തന രംഗം തുടങ്ങുന്നത് എൻ്റെ ചെറുപ്പകാലത്താണ്. അങ്ങനെ ചെറുപ്പകാലത്ത് ഈ പൊതുപ്രവർത്തന രംഗം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ലെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ ഒരു
കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഈ ബാലസംഘം എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു സംഘടന, അതിൽ ചിരിയും കളിയും പാട്ടുമൊക്കെ ആയി നമ്മൾ ആകർഷിക്കുമെങ്കിലും ഞാൻ അതിനേക്കാൾ മുമ്പിൽ ഈ RSSൻ്റെ ഒരു ശാഖയിൽ ഞാനൊരു ദിവസം പോയായിരുന്നു. ഒന്നുമില്ല, അന്നൊരു വളരെ കൗതുകകരമായി എനിക്ക് പറയാനുള്ളത്, അന്നത്തെ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരു എള്ളുണ്ട എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു എള്ളുണ്ടയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആകർഷണമായി ഉണ്ടായത്. അപ്പോൾ ആ എള്ളുണ്ടയിൽ നിന്നാണ് ഞാൻ അതൊരു പ്രത്യേക എനിക്ക് എന്തോ ഒരു പെട്ടെന്നുള്ള ഒരു ബോധോദയം പോലെ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ തോന്നുകയും പിന്നീട് നമ്മൾ കുട്ടികളുടെ കലാപരമായും കായികപരമായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിൽ കുട്ടികളുടെ സംഘടനയിൽ ബാലസംഘത്തിൽ തുടങ്ങിയതാണ്. പിന്നെ അത് SFIയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ആടന്നങ്ങോട്ടേക്ക് DYFIയും DYFIയുടെ ഇരിട്ടി ബ്ലോക്കിലെ ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് സജീവമായി CPMൻ്റെ അംഗത്വം CPMമായി വളരെ സജീവമായി. പക്ഷേ എൻ്റെ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞാൻ അപ്പോഴും ഇപ്പോഴും എൻ്റെ മുമ്പിലൊരു വിഷയം കണ്ടാൽ ആ വിഷയത്തിൻ്റെ അകത്ത് ഇടപെടുക എന്നുള്ള ഒരു രീതി, അത് ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇടപെടുക എന്നുള്ള ആ പ്രതികരണം ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ വിഷയത്തിൻ്റെ അകത്തും, അത് നമ്മുടെ നാടിനകത്തുള്ള ഒരുപാട് വിഷയത്തിൻ്റെ അകത്ത് ഞാൻ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. പ്രതികരണമാണ് നല്ലൊരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. യെസ്, ഓക്കെ സാർ. അപ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ഒരു ഇതാണ്. പക്ഷെ അത് എനിക്കുണ്ടായൊരു ദുരനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിത് എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എൻ്റെ പാർട്ടിക്കകത്ത്, പഴയ പാർട്ടി, ഇപ്പോഴത്തെ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, പഴയ പാർട്ടിക്കകത്ത് കമ്മിറ്റികളിലായാലും ശരി വ്യക്തിപരമായിട്ടായാലും ശരി ശരിയുടെ പക്ഷത്ത് നിൽക്കുകയും തെറ്റിനെ നഖശികാന്ത് എതിർക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആ പാർട്ടി വിട്ട് പോരേണ്ടി വന്നു. പക്ഷെ എന്നിരുന്നിട്ടും ഞാൻ ആ പാർട്ടി വിട്ടിട്ട് പോയിട്ടില്ല. ഇല്ലാതെ ആരോപണങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഞാനെപ്പോഴും അതിന് ഉദാഹരണമായി കാണുന്നത് സഖാവ് MP രാഘവനെയാണ്. MPR എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ്. അപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടപ്പോൾ അദ്ദേഹത്തിനെതിരിലെ കുറ്റമില്ലാതെ ഒരു സംഭവമില്ല. അയാൾ വളരെ മോശക്കാരനായിരുന്നു. പക്ഷെ പാർട്ടിക്കകത്ത് നിന്നപ്പോൾ നല്ല ഒരു അടിയുറച്ചാൽ വലിയൊരു നേതാവായിട്ട് MPRനെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. MPR പാർട്ടി വിട്ടു പോയത് ഒരു ബദൽ രേഖ അവതരിപ്പിച്ചുകൊണ്ടാണ്. അത് നായനാർ ഉൾപ്പെടെ MPRൻ്റെ കൂടെയായിരുന്നു. പക്ഷേ MPR പറഞ്ഞെടുക്കുക അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ഇന്ന് കാലഘട്ടം തെളിയിച്ചെങ്കിലും അന്ന് പാർട്ടി അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പക്ഷേ അതേ ഒരു അനുഭവമാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശരിയാണ് എന്ന് നാട് അംഗീകരിച്ചു, ഈ പറയപ്പെടുന്ന നാട്ടുകാർ അംഗീകരിച്ചു. എൻ്റെ പഴയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അത് അംഗീകരിച്ചു മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കാലം വൈകിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ എന്നിട്ടും പാർട്ടി വിട്ടിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിൽ കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ്. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മൾ സർട്ടിഫിക്കറ്റ് അല്ല ശരിക്ക് വിദ്യാഭ്യാസം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം ചിലൊരു 3-4 ഭാഷ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ തന്നെ അത് ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാമങ്ങളിൽ, നമ്മുടെ പ്രത്യേകിച്ച് പടിയൂർ പോലുള്ള പഞ്ചായത്തിനകത്ത് നമ്മുടെ മക്കൾ SLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേനും മാന്യമായ അല്ലെങ്കിൽ ഫ്ലുവൻ്റായ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 2014 കല്യാട് AIP സ്കൂളിൻ്റെ ഒരു 100ാം വാർഷികം എന്ന് പറഞ്ഞ നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുകയും അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ബാലകിരൺ നമ്മൾ വന്ന് 100ാം വാർഷികത്തിൻ്റെ പ്രഖ്യാപന സമ്മേളനത്തിനകത്ത് നമ്മളൊരു പ്രോജക്റ്റ് അവതരിപ്പിച്ചായിരുന്നു. ആ പ്രോജക്റ്റിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുക, അത് വളരെ എഴുതിപ്പെട്ട ഒരു പ്രോജക്റ്റാണ്, അല്ലാണ്ട് നമ്മളിപ്പോൾ വെറുതെ പറയുകയല്ല. ആ പ്രോജക്റ്റ് ഇപ്പോഴും നമ്മുടെ സ്കൂളിനകത്ത് അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളുടെ കയ്യിലുണ്ട്. നമ്മൾ 2014 അവതരിപ്പിച്ചിരുന്ന പ്രൊജക്റ്റാണ് 2019 ലോകം മുഴുവൻ നടപ്പിലാക്കിയത്. അന്ന് ബഹുമാനപ്പെട്ട ബാലകിരൺ സാറിന് പറഞ്ഞത് ഇതൊരു ഡ്രീം പ്രൊജക്റ്റാണ്. ആ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ നാട് മാറും, ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ നെറുകയിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു വരുമെന്നുള്ള ഇതാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആര് ചോദിച്ചാലും ഞാൻ അതിൻ്റെ കോപ്പി സപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ബേസിക്കൽ വിദ്യാഭ്യാസവും വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുക, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക കുട്ടികളെ. നമ്മളിപ്പോൾ ഒരു ചാനലിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എന്തോ ആയിക്കോട്ടെ, എന്നെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോഴും കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ സിനിമ കണ്ട എഫക്റ്റ് ആയിരിക്കും കുട്ടികൾക്ക്, മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താഴെത്തട്ടിൽ തന്നെ അത് വരികയും ഇൻ്റർനെറ്റ് സൗകര്യം ഉൾപ്പെടെ നമ്മൾ സ്കൂളിനകത്ത് ആ സമയത്ത് PTA പ്രസിഡൻ്റായ ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു 20 കമ്പ്യൂട്ടർ വെച്ചിട്ടുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു കമ്പ്യൂട്ടർ ലാബ് നമ്മൾ ഇനോഗ്രേഷൻ ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു ദിവസം ഒരു പീരീഡെങ്കിലും വിഷ്വലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ സ്കൂളിനകത്ത് കൊണ്ടുവരുന്നത്. 3 വർഷം കൊണ്ട് നടപ്പിലാക്കേണ്ട ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ ആ പ്രൊജക്റ്റെല്ലാം
അന്ധമായ രാഷ്ട്രീയം അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയം, ഞാൻ ഈ പാർട്ടി വിട്ട് പോയപ്പോൾ എന്നോടുണ്ടായിരുന്ന വൈരാഗ്യം ആ പ്രോജക്റ്റിനെ അല്ലെങ്കിൽ തകർത്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു നിരാശ ഇപ്പോഴും. കാരണം വെച്ചാൽ നമ്മളത് അന്ന് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളെല്ലാവരും ആ സ്കൂള് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളായി മാറുമായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. കാരണം നമ്മളതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും അക്കമിട്ട് നിരത്തിയാൽ കൊറോണ വന്നപ്പോൾ മുഴുവൻ കുട്ടികൾക്കും മൊബൈൽ കൊടുക്കേണ്ടി വന്നു, ഇൻ്റർനെറ്റ് സൗകര്യം കൊടുക്കേണ്ടി വന്നു. നമ്മളത് 2014 കൊടുത്തു. കൊറോണ വരുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല നമ്മളത് അവതരിപ്പിച്ചത്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ വളർച്ചയാണ് നമ്മളത് കണ്ടത്. പക്ഷെ അത് 2014 അല്ലെങ്കിൽ അവതരിപ്പിച്ചൊരു പ്രോജക്റ്റ് 2019 ലോകം മുഴുവൻ നടപ്പിലാക്കിയപ്പോൾ ഞാൻ സ്വയം മനസ്സുകൊണ്ട് സന്തോഷിച്ചെങ്കിലും ആ പ്രോജക്റ്റ് തകർക്കുന്ന ഒരു നിലപാട് സ്കൂളിനകത്ത് PTA കമ്മിറ്റിയെ തന്നെ മിനിറ്റ്സ് എടുത്ത് പറഞ്ഞുകൊണ്ട് ആ PTA കമ്മിറ്റി തകർത്തിട്ടുണ്ട്. അത് ഞാൻ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ പറയുകയല്ല, അത് വ്യക്തിപരമായിട്ടുള്ള ചില രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എന്നെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കന്മാരുടെ പിടിവാശിയും അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടിൻ്റെ കുറവുമാണ് അവർക്ക് ആ തലങ്ങളിലേക്ക് വളരാൻ വേണ്ടി സാധിക്കാതെ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് അത്തരത്തിലുള്ള പ്രോജക്റ്റ് നമ്മൾ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ എന്നെ വിജയിപ്പിച്ചാൽ, ഞാൻ ഈ നാടിൻ്റെ ജനപ്രതിനിധിയായാൽ ഒരു സംശയവും വേണ്ട, ഈ നാടിനകത്ത് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ പൊതുപ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്, സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെ ഈ ഒരു പൊതുപ്രവർത്തനമായി പോകുമ്പോൾ? ഫാമിലിയായിട്ട് സപ്പോർട്ട് എന്ന് പറയുന്നത്, എനിക്ക് ഭാര്യ അതുപോലെ തന്നെ 3 മക്കളാണ്. മൂത്ത മകനെ നിങ്ങൾക്ക് എല്ലാവരും സുപരിചിതനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാധ്യമ പ്രവർത്തകരാണ്. റിപ്പോർട്ടർ ചാനലിലെ അർജുൻ കല്യാട് എന്ന് പറയുന്നതാണ് എൻ്റെ മൂത്ത മകൻ. അതുപോലെ തന്നെ ഭാര്യയുടെ കഥ പറഞ്ഞാൽ എന്നേക്കാൾ ഉപരി സംഘടനാ രംഗത്ത്, SFI രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു വനിത ആണിപ്പോൾ. അന്ന് വിദ്യാർത്ഥിയാണെങ്കിലും വുമൻസ് കോളേജ് ചെയർപേഴ്സണായി കണ്ണൂർ പള്ളിക്കുന്നിലുള്ള അവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും സംഘടനാ രംഗത്ത്, DYFI രംഗത്ത്, അതുപോലെ തന്നെ പൊതുരംഗത്തും എന്നെ മികച്ചു നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ്. അവളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുകയും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിൻ്റെ പേരിൽ എന്നെ അതിക്രൂരമായി മർദ്ദിക്കുന്നൊരവസ്ഥയും വെച്ചാൽ ദൈവത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ തന്നെ ഭാഗ്യം കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കഴുത്തിന് നേരെ വെട്ടിയപ്പോൾ കൈകൊണ്ട് തടുക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഭാഗ്യം. അപ്പോൾ മാരകമായ രീതിയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു, കേസ് നടത്തി. എന്നെ ആക്രമിച്ച അവരെല്ലാം തന്നെ ഇന്ന് ശിക്ഷ അനുഭവിക്കുകയാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകൂടിയല്ല അവർ ആക്രമിച്ചത്. തീർത്തും വ്യക്തിപരമായി എന്നെ ഇല്ലായ്മ ചെയ്യുക, ചില ആളുകളുടെ വളർച്ചയ്ക്ക് ഞാനൊരു തടസ്സമാകുന്നു എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് എന്നെ വധിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോഴും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയത്തെ തള്ളിപ്പറയുക എന്നുള്ളതിൻ്റെ രീതിയല്ല. ഞാനൊരു പ്രസംഗവേദിയിലും കമ്മ്യൂണിസ്റ്റ് ആശയത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പക്ഷെ ആശയം നടപ്പിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടായിരുന്ന കുറേ വീഴ്ചകളാണ് കമ്മ്യൂണിസത്തിൻ്റെ പരാജയത്തിന് കാരണമെന്ന് വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മുടെ ഉരുത്തൂര് വാർഡാണ്. ഇപ്പം രാഷ്ട്രീയങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്, ഓരോ അനുഭവങ്ങളാണ് നമ്മോട് വെച്ചിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വാർഡിൽ ഇപ്പോൾ എത്ര വോട്ടർമാരുണ്ട്? ഈ വാർഡിൽ 1186 വോട്ടർമാർ മൊത്തമുണ്ട്. അത് 2 മേഖലയാണ്. ഒന്ന് ഊരത്തൂർ മേഖലയാണ്, ഒന്ന് നമ്മുടെ കല്യാട് മേഖലയാണ്. ഞാൻ ജീവിക്കുന്നത് കല്യാട് മേഖലയിലാണ്. പണ്ടൊക്കെ നമ്മൾ പറയല് കമ്മ്യൂണിസ്റ്റിന് ആധിപത്യമുള്ള ഒരു ഭൂമി എന്നൊക്കെ ആണെങ്കിലും ഈ നിലപാടിലൊക്കെ തന്നെ മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം. ആ നിഷ്പക്ഷമായിട്ടുള്ള ചിന്തിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെയാണ്. പക്ഷേ അതിലുപരി പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. നിങ്ങളൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പഞ്ചായത്തിനകത്ത്, പ്രത്യേകിച്ചും നമ്മുടെ ഈ പറയപ്പെടുന്ന വാർഡിനകത്ത്, പഴയ 14-ാം വാർഡാണ്, ഇപ്പോൾ 13-ാം വാർഡാണ്, നടപ്പിലാക്കിയിരുന്ന ഒരുപാട് പദ്ധതികൾ ഫേക്കാണ്, അല്ലെങ്കിൽ പരാജയപ്പെട്ട പദ്ധതികളാണ്. എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൃദ്ധ സദനമുണ്ട്. പകൽ വിശ്രമ കേന്ദ്രമാണ്. വയസ്സിന് അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് പകൽ വയോജന വിശ്രമ കേന്ദ്രം, അല്ലെങ്കിൽ അവരുടെ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അത് സംഭാവന കൊടുത്തിടത്ത് പഴയൊരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ഒരു സീതാദേവി അമ്മ എന്ന് പറയുന്നവർ. അപ്പോൾ അവരത് സംഭാവന ചെയ്തു, ബിൽഡിങ് വന്നു, മറ്റുള്ള സൗകര്യങ്ങളും സംവിധാനമൊന്നും ഇല്ലെങ്കിൽ പോലും
കുറേ പ്രായമായിട്ടുള്ള ആളുകൾ, എൻ്റെ അമ്മ ഉൾപ്പെടെ ഈ മേഖലയിലുള്ള കുറേ ആളുകൾ പകലാടെ പോയി ഇരിക്കുകയും കൊച്ചു വർത്താനം പറയുകയും എല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ അത് അടച്ചുപൂട്ടി അതിൻ്റെ മേലെ ഇപ്പോൾ റീസർവേയുടെ ഓഫീസാക്കി അതിന് മാറ്റിയിരിക്കുകയാണ്. അതൊന്നും മാത്രമല്ല, നമുക്ക് തൊട്ടടുത്തതിൻ്റെ ബാഗ് പോയാൽ, കല്യാട് ബാങ്കിൻ്റെയോ അതുപോലെ തന്നെ പോയി നോക്കിയാൽ നമുക്കൊരു വലിയ വായനശാല ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ വളത്തിനകത്ത് വായനശാലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ വായനശാലയിലുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ അടുക്കി ഒതുക്കി ഒരു മൂലക്ക് കൂട്ടി ആ വായനശാലയെ ഒരു കൃഷി ഓഫീസാക്കി മാറ്റി. വായനശാല നിർജ്ജീവമാവുകയും പേരിന് അവിടെ വായനശാലയുണ്ട് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, നമ്മുടെ ഇപ്പോൾ ABC സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നായയെ വന്ധ്യംകരിക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ 2ാം ഘട്ട യൂണിറ്റും 1ാം ഘട്ട യൂണിറ്റും ഒക്കെ വന്നപ്പോൾ നമ്മുടെ നാടിനുണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം വന്നപ്പോൾ നായയെ വന്ധ്യംകരിച്ചു, എവിടെ നിന്നാണോ നായിനെ പിടിക്കുന്നത് അവിടത്തേക്ക് തന്നെ നമുക്കത് കൊണ്ടുവിടും എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷയെങ്കിലും അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് എവിടെ പോയാലും 10ഉം 15ഉം നായ്കളുടെ കൂട്ടം എന്ന് മാത്രമല്ല, അതിഭീകരമായ രീതിയിലാണ്. നമ്മളൊക്കെ തന്നെ പണ്ട് ഇറച്ചിയൊക്കെ വാങ്ങിച്ചു പോകുമ്പോൾ, കോഴിക്കടയിൽ പോയി ഒരു ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ സഞ്ചി തൂക്കി വരുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു ദുരനുഭവം, ഇപ്പോൾ ബ്ലാത്തൂരായാലും കല്യാടായാലും ഊരത്തൂരായാലൊക്കെ ആയാലും എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ ഇറച്ചി വാങ്ങിച്ചു വരുന്ന ആളുകൾ നായി തുരത്തുകയാണ്. കാരണം അതിന് ഭക്ഷണം കിട്ടാത്ത പ്രശ്നം, അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ല് പിടിച്ചെടുത്ത് വേഗം അതിനെ ആളുകളെ ആക്രമിച്ച് അതിന് ഇറച്ചി കടിച്ചു പറിക്കുന്നൊരവസ്ഥ ഇവിടെ തന്നെ ലൈവായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ പദ്ധതി ആ പരിസരവാസികൾക്ക് ഉണ്ടാക്കുന്ന ദുരിതം, എൻ്റെ പ്രത്യേകിച്ച് ഈ വാർഡിനകത്താണ്. ഈ ഊരത്തൂർ വാർഡിനകത്ത് ഉണ്ടാക്കുന്ന ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ ആ പരിസരവാസികൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. 24 മണിക്കൂറും അതിൻ്റെ ശല്യവും കുരയും അതുപോലെ തന്നെ ശല്യവുമാണ്. അത് ഞാൻ പറയുന്നതല്ല, ആ പരിസരത്തുള്ള അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളോട് ചോദിച്ചാലും അവർ പറയും ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുകയാണ്. ഈ പദ്ധതി യഥാർത്ഥത്തിലുണ്ടായിരുന്നത് നമ്മുടെ പാപ്പിനിശ്ശേരിയിലാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് പാപ്പിനിശ്ശേരി. ഇപ്പോൾ നമുക്കറിയാം, എതിരില്ലാണ്ട് തിരഞ്ഞെടുക്കുന്ന മേഖല പോലുമായിട്ട് ആന്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് ഈ പദ്ധതി ആദ്യം ഉണ്ടായിരുന്നത്. ആ പദ്ധതി നമ്മുടെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കരുതിയിരുന്നതിൻ്റെ മറ്റൊരു ദുരന്തമാണ് ഈ നാടിനകത്ത് ഉള്ളത്. ആ ദുരന്ത ഭൂമിയായി ഇതിനെ മാറുന്നത് മാത്രമല്ല, ഈ കണ്ണൂർ ജില്ലക്കകത്തുള്ള മാക്സിമം തെരുവ് നായ്ക്കളെ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുന്ന ഒരവസ്ഥ, നാട്ടിൽ തുറന്നു വിടുന്ന അവസ്ഥ, നമ്മുടെ സമൂഹ പ്രദേശങ്ങളെ പ്രത്യേകിച്ചും പടിയൂർ പഞ്ചായത്തിൻ്റെ വ്യത്യസ്തമായ വാർഡുകളിലേക്ക് പറഞ്ഞു വിടുന്ന അവസ്ഥ, അങ്ങനെ ഒരു ദുരന്ത ഭൂമിയായി നമ്മൾ ഈ മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. നിങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ചാനലിലൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ തന്നെ പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നല്ല ഒരു പരിപാടിയായിട്ട് ഞാൻ ആവിഷ്കരിക്കുക തന്നെയാണ്. കാരണം എന്നാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല സംവിധാനമാണ്. പക്ഷേ ആ സംവിധാനത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഒരു പ്രൊജക്റ്റായി അത് വന്നിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഈ കൊണ്ടുപോയിരിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക്കുകളും ഒരു സുപ്രഭാതത്തിൽ മൊത്തം ആളിക്കത്തുകയാണ്. നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ, എല്ലാ ചാനലിലും ഉൾപ്പെടെ വാർത്തയായി വന്നു. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ വിഷ്വൽസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. അത് പ്രതിഷേധമായി നമ്മൾ പറയുന്നത്, ഇത് നമ്മളിതിൻ്റെ മേൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അടുത്ത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് വ്യക്തമായ ഒരു അന്വേഷണം നടത്തണം, എങ്ങനെ കത്തി എന്ന് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ നമുക്കുള്ള ആശങ്ക അത് കത്തിച്ചതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളത് വളരെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, കത്തിച്ചതാണെന്ന് പറയാൻ കാരണം ഒന്നിക്കൽ പഞ്ചായത്ത് അതിന് മേലെ ഒരു അന്വേഷണം നടത്തണം. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ജീവനക്കാരനോടൊരു വിശദീകരണം ചോദിക്കണം. അവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്, കുറേ ജീവനക്കാരനുണ്ട്, അവരെല്ലാവരും അന്ന് ലീവാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ മറുപടി. അത് ഭയാനകമാണ്. കാരണം വെച്ചാൽ ഒരു 10-100 വർഷത്തേക്ക് വേണ്ടുന്ന പ്രകൃതിയിൽ മലിനീകരണം അവരവിടെ ഉണ്ടാക്കി. ഒരു ആക്ഷനും ആരോഗ്യത്തിലും എടുത്തില്ല. പക്ഷെ ഞാൻ നേരത്തെ മറച്ചു ചോദിക്കുന്നത്, എന്നെപ്പോലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ഓരോ വീട്ടുകാരനും അബദ്ധവശാൽ ഒരു പ്ലാസ്റ്റിക് കത്തിച്ചു പോയാൽ പഞ്ചായത്ത് അടിക്കുന്ന ഫൈൻ 10,000 രൂപയും 25,000 രൂപയൊക്കെയാണ്. ഇനി അഥവാ ഒരു കടക്കാരൻ അവൻ്റെ കടയിൽ ഒരു അത്യാവശ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് വെച്ച് പോയാൽ ആ കടക്കാരന് പഞ്ചായത്ത് എഴുതി കൊടുത്ത ഫൈന്, ഞാൻ തന്നെ ഒരുപാട് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, 25,000 രൂപയും ഒക്കെയാണ്. പറഞ്ഞു വന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വളരെ കാഴ്ചപ്പാടോടുകൂടി ദീർഘവീക്ഷണമുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പഞ്ചായത്തിനെ കൊണ്ടുവരണം.
ഒരുപാട് വിഷയങ്ങൾ പിന്നെയുമുണ്ട്. നമുക്കറിയാം, കുട്ടികൾക്ക് കളിസ്ഥലമില്ലാത്ത പ്രശ്നം, കളിസ്ഥലം ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മേഖലക്കകത്തുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചത് ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാസ്റ്റിക് സംസ്കരണമായിക്കോട്ടെ, നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുന്ന പരിപാടിയായാലും മറ്റുള്ള പ്രൊജക്റ്റുകളായാലും ഇപ്പോൾ ഒരുപാട് ഫേക്കായ പദ്ധതികളായാലും ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ നാടിൻ്റെ അസറ്റായി, സമ്പത്തായി വളർന്നു വരുന്ന ഒരു സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കി വരികയാണ്. അപ്പോൾ നാടിനകത്ത് നമ്മൾ എന്നെ വിജയിപ്പിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിനകത്ത് UDFൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണ സംവിധാനം വരികയാണെങ്കിൽ അത്തരം ഭരണ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിനകത്തുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോരാളുകളുടെയും അഭിപ്രായം ശേഖരിച്ചുകൊണ്ട് അവരൊരാളുടെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വേദി ഉണ്ടാക്കി എന്താണ് അതിനുള്ള ഒരു പോംവഴി എന്ന് ഒരു പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്ത് അതിനെല്ലാം സംശീകരിച്ചുകൊണ്ട് നല്ല ഒരു പ്രൊജക്റ്റാക്കി ഈ നാടിനകത്ത് അവതരിപ്പിക്കാനും ആ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ ഏതറ്റം വരെ പോയിട്ടാണ് അതിന് ഫണ്ട് കണ്ടെത്തേണ്ടത്, ആ ഫണ്ട് കണ്ടെത്തി കേന്ദ്ര ഗവൺമെൻറ് പ്രൊജക്റ്റാണ് ആക്കി മാറ്റണമെങ്കിൽ അങ്ങനെയായാലും ശരി, സംസ്ഥാന ഗവൺമെൻറ് ഫണ്ടായാലും ശരി, ഏത് ഫണ്ട് എന്നുള്ളതല്ല, ആ പദ്ധതി നാടിനകത്ത് സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കി അത് നടപ്പിലാക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീമും അതുപോലെ തന്നെ കാഴ്ചപ്പാടും. വോട്ടർമാരോട് ഉൾപ്പെടെ എനിക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗത്തോടും എനിക്ക് പറയാനുള്ളത് അടിമുടി മാറ്റത്തോടെ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ ബാവോട്ടിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബാവോട്ട, എല്ലാവിധ ആശംസകളും വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ദാസനും വിജയനും നേരുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ബാബോട്ടൻ ദാസനോടും വിജയനോടും പങ്കുവച്ചു. അപ്പോൾ ഇത് കാണുന്ന വോട്ടർമാർ ഒരു നല്ല ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പോൾ ഈ ഒരു നല്ല ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ഈ ഒരു ഊരത്തൂര് 13-ാം വാർഡ് പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കട്ടെ. അതോടൊപ്പം തന്നെ നല്ലൊരു ഭരണസമിതി ഇവിടെ വരട്ടെ എന്നും കൂടി നമ്മൾ ആശംസിക്കുകയാണ്. അല്ലേ വിജയ? ആശംസിക്കുന്നു. അപ്പം വേറൊരു കൗതുകകരമായ ഒരു കാര്യം കണ്ടിരുന്നു. നമ്മുടെ വരുന്ന വഴിക്ക് നമ്മൾ മറന്നുപോയ ഒരു ചുമരെഴുത്തുകൾ അത് ബാബുവേട്ടന്റെ സ്ഥാനാർത്ഥിത്വം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതിന്റെ കൗതുകം എന്ന് പറയാമോ? അതിന്റെ കൗതുകം എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പഴമയുടെ ഒരു സൗന്ദര്യമുണ്ട്, പക്ഷെ പുതിയൊരു ടെക്നോളജിയുണ്ട്, പുതിയ ആധുനിക സംവിധാനത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ തലമുറയും അല്ലെങ്കിൽ പുതിയ വളർന്നു വരുന്ന തലമുറയൊക്കെ തന്നെ പഴയ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ മറന്നുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അതിലേക്കൊന്ന് തിരിച്ചു വരണം. ഒപ്പം നമ്മുടെ ടെക്നോളജി ഉപയോഗിക്കുകയും വേണം. അങ്ങനെ നമ്മൾ പുതിയ ടെക്നോളജിയെ തള്ളിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ നമ്മളെ ആനന്ദ് ബോസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പ്രൊഫഷണലായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എവിടുത്തുകാരനാണ് അദ്ദേഹം? പിന്നെ ഇപ്പോൾ താമസിക്കുന്നത് പടിയൂരാണെങ്കിലും തില്ലങ്കേരിയാണ് അദ്ദേഹത്തിൻ്റെ. മനോഹരമായി വരച്ചുകൊണ്ടിരിക്കുകയാണത്. അദ്ദേഹത്തിൻ്റെ വലിയ കഴിവ് എന്ന് പറയുന്നത് ഈ ചെറിയ ചുമരിലെഴുതി തീർക്കേണ്ടതല്ല എന്നുള്ളതെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ നാടിന് വേണ്ടി, അദ്ദേഹം പറഞ്ഞൊരു വാക്കതാണ്, വളരെ ആത്മാർത്ഥമായി കക്ഷി രാഷ്ട്രീയത്തിനും എല്ലാം അപ്പുറത്ത് നാടിൻ്റെ വികസനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഞാനൊരു ചുവരെഴുതിയിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചുവരെഴുതാൻ വേണ്ടി വന്നത്. ഒരു പ്രതിഫലം വാങ്ങിക്കാതെയാണ്. നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആനന്ദ് ബോസ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം ഒരു കടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഈ നാടിൻ്റെ ആ ഒരു വരുന്ന തലമുറക്കും ആ എഴുത്തും ഗ്രാമീണത നമുക്ക് പെട്രോമാക്സും ഒക്കെ ഉണ്ടായ പണ്ടത്തെ പ്രചരണങ്ങളൊക്കെ പെട്രോമാക്സ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചുവരെഴുത്തുകൾ റോഡിൽ എഴുതുന്നത്, ചിഹ്നങ്ങൾ വരയ്ക്കുന്നതൊക്കെ ഭയങ്കര ഒരു ആവേശമായിരുന്നു. അതൊക്കെ വിട്ടുപോയി. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സോഷ്യൽ മീഡിയകളിലാണ് എല്ലാ പ്രചരണങ്ങളും അധികമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുവെന്ന് കരുതുന്നു. അതെ, തീർച്ചയായും നമ്മളത് സോഷ്യൽ മീഡിയയിൽ നമ്മളിതുപോലെ പ്രചരണങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസൈനൊക്കെ ചെയ്ത് നമ്മളിപ്പം ഫ്ലക്സ് പ്രിൻറ്റിങ് ആയാലും ശരി, നോട്ടീസ് ആയാലും ശരി, ഇതൊക്കെ തന്നെ നമ്മൾ ഓൺലൈനിൽ അയക്കുന്നു വരുന്നു. അപ്പോൾ എല്ലാം വളരെ സ്പീഡാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം അത്തരം ഈ കാലഘട്ടത്തിന് അത് ആവശ്യമാണ്. അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ
പഴയ തലമുറക്കുള്ളൊരു മെസ്സേജ് കൂടി കൊടുത്തുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആനന്ദ് ബാബുവിന് വേണ്ടി ആനന്ദ് ബോസാണ് ചോരെടുത്ത ചിത്രങ്ങളൊക്കെ ആയിട്ട് രണ്ടും ഒരു ആനന്ദമുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ ദാസനും വിജയനും ഒരു ആനന്ദമുണ്ട്, വെള്ളാനകളുടെ നാട് നമ്മുടെ ട്രൂ മീഡിയയ്ക്കും ഒരു ആനന്ദമുണ്ട്. ആ ഒരു ആനന്ദം നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഭംഗിയായി നടക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന ഈ ഒരു തിരക്കിലും നമുക്ക് ഇത്രയൊരു സമയം ചെലവഴിച്ചതിന് ട്രൂ മീഡിയ ടീമിന്റെ തിരക്കിനിടയിൽ നിങ്ങളും വന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാണ്ടായിരുന്നു വേദി ഉണ്ടാക്കി തന്നതിൽ പ്രത്യേകം അഭിനന്ദനങ്ങളും അതുപോലെ നിങ്ങളുടെ കടപ്പാട് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേരുകയാണ്. താങ്ക് യു.